വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വരൂ. ഞാൻ കുറച്ച് വെണ്ടയ്ക്ക കഴുകിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ അല്ലി വെളുത്തുള്ളി അത് കൂടി എടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഞെട്ടി കളഞ്ഞ് 4 സൈഡും ഒന്ന് വരയിട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതൊരു പേസ്റ്റ് ആക്കി എടുക്കാം. കീറി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയിലേക്ക് നമുക്ക് ഈ പേസ്റ്റ് കുറച്ച് കുറച്ചായിട്ട് തേച്ച് കൊടുക്കണം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നാലാണ് ആ മസാല കറക്റ്റായിട്ട് അതിലേക്ക് പിടിക്കുള്ളൂ. നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വറുത്തെടുക്കാം. നമ്മളിത് വറുത്തെടുക്കാൻ പോവുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുപ്പിലാണ് കേട്ടോ വറുത്തെടുക്കാൻ പോകുന്നത്. അടുപ്പിലൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വെണ്ടയ്ക്ക അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ വെണ്ടയ്ക്കായിട്ട് ഇട്ട് കൊടുക്കാം. സൈഡ് നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ.
മീൻ വറുത്തതിനോട് കിടപിടിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.